എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയ തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്ന UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം പുറത്തുവരുന്നു. ഗവർണർ രാജേന്ദ്ര ആർലേക്കറാണ് നിയമസഭയിൽ നയപ്രഖ്യാപനം അവതരിപ്പിച്ചത്. ജനങ്ങൾക്ക് നേരിട്ട് ഗുണം ചെയ്യുന്ന ഒട്ടേറെ വമ്പൻ വാഗ്ദാനങ്ങളാണ് പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയത് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. 25 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സാ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണിത്. സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാകുന്ന പദ്ധതി എന്നതാണ് സർക്കാർ പറയുന്നത്. ഗുരുതര രോഗങ്ങൾ വന്നാൽ കുടുംബങ്ങൾ കടത്തിലാകുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. അതേസമയം സ്ത്രീകൾക്കായി മറ്റൊരു വമ്പൻ പ്രഖ്യാപനവും കൂടി ഉണ്ടായി. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമെന്നാണ് പ്രഖ്യാപനം. വിദ്യാർത്ഥികൾക്കും ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും ഇത് വലിയ സാമ്പത്തിക സഹായമാകും. ഇതോടെ യുവാക്കൾക്കായി 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ നൽകുമെന്നും സർക്കാർ അറിയിച്ചു. സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനും ചെറിയ സംരംഭങ്ങൾ ആരംഭിക്കാനും യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഈ പദ്ധതി. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് വലിയ സന്തോഷ വാർത്തയും നയത്തിലുണ്ട്. സാമൂഹിക സുരക്ഷാ പെൻഷൻ 3000 രൂപയായി ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചു. നിലവിൽ പെൻഷൻ ആശ്രയിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇത് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അതുപോലെ കോളേജ് വിദ്യാർത്ഥിനികൾക്കായി ഓരോ മാസവും 1000 രൂപ വിദ്യാഭ്യാസ സഹായം നൽകുമെന്നും പ്രഖ്യാപിച്ചു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് പറഞ്ഞു. ഇതെല്ലാം കൂടാതെ കേരളത്തിന്റെ സമഗ്ര വികസനത്തിനും സർക്കാർ വലിയ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. കേരളത്തിലെ തീരദേശങ്ങൾ, നദികൾ, 34 തടാകങ്ങൾ, വിമാനത്താവളങ്ങൾ എന്നിവയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ഓരോ സംയോജിത വികസന പദ്ധതിയും നടപ്പാക്കും. കേരളത്തിലെ ദക്ഷിണേന്ത്യയിലെ പ്രധാന തുറമുഖ വ്യോമയാന കേന്ദ്രമാക്കുകയാണ് ലക്ഷ്യം. ചെറുകിട സംരംഭങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. 10,000-ലധികം MSME സ്ഥാപനങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ സഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ചു. കാർഷിക മേഖലയിലും സ്ത്രീകൾക്ക് കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കാനാണ് സർക്കാർ ശ്രമം. ഓരോ പഞ്ചായത്തിലുമുള്ള വനിതാ കർഷകരെ കണ്ടെത്തി വനിതാ കൺസോർഷ്യം രൂപീകരിക്കും. നെല്ല്, പച്ചക്കറി, പഴം, കൂൺ, തേനീച്ച കൃഷി തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകളെ ശക്തിപ്പെടുത്തും. കാർഷിക മേഖലയെ ഡിജിറ്റലൈസ് ചെയ്യാനും ആധുനികവൽക്കരിക്കാനും സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകും. മണ്ണ് പരിശോധന നയവും നടപ്പാക്കും. ഇപ്പോൾ സിനിമാ മേഖലയിലേക്കും വലിയ പ്രഖ്യാപനമുണ്ട്. കേരളത്തെ രാജ്യത്തെ പ്രധാന ഷൂട്ടിംഗ് ഹബ്ബാക്കി മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ചലച്ചിത്ര, ടൂറിസം, മീഡിയ സിറ്റി, ക്രിയേറ്റീവ് ഇൻഡസ്ട്രീസ് ഹബ്ബ് എന്നിവ വികസിപ്പിക്കും. 60 വയസ്സിന് മുകളിലുള്ള സാംസ്കാരിക പ്രവർത്തകർക്ക് പെൻഷനും ആരോഗ്യ ഇൻഷുറൻസും നൽകുമെന്നും പ്രഖ്യാപിച്ചു. കൂടാതെ സ്ഥിരം തിയേറ്ററുകളും ലിവിംഗ് മ്യൂസിയം സ്ഥാപിക്കും. സഹകരണ ബാങ്കുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നിക്ഷേപകരുടെ വിശ്വാസം തിരികെ നേടുവാനുമായി കർശന നടപടികൾ ഉണ്ടാകുമെന്നും സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലെ വലിയ മാറ്റങ്ങൾ വരുമെന്ന് പ്രഖ്യാപിച്ചു. ഡിജിറ്റൽ പഠന സംവിധാനങ്ങൾ, ആഗോള നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്ന കോഴ്സുകൾ എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകും. ആവശ്യമായിടത്ത് +2 സീറ്റുകളും വർദ്ധിപ്പിക്കും. പരിസ്ഥിതി സംരക്ഷണത്തിനും സർക്കാർ പ്രത്യേക ഊന്നൽ നൽകുന്നു. ഇലക്ട്രിക് വാഹനങ്ങൾ, ശുദ്ധ ഊർജം, ജലസംരക്ഷണം, മാലിന്യ സംസ്കരണം എന്നിവയ്ക്ക് മുൻഗണന നൽകും. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ശക്തമായ നടപടികളും പ്രഖ്യാപിച്ചു. സ്കൂൾ, കോളേജ് തലത്തിൽ ബോധവൽക്കരണം ശക്തിപ്പെടുത്തും. യുവാക്കളെ ലഹരിയിൽ നിന്ന് രക്ഷിക്കാൻ സംസ്ഥാന വ്യാപക ക്യാമ്പയിൻ ആരംഭിക്കും. മത്സ്യത്തൊഴിലാളികൾക്കായി ഇൻഷുറൻസ്, ക്ഷേമ പെൻഷൻ, തീരദേശ സംരക്ഷണ പദ്ധതികൾ എന്നിവയും പ്രഖ്യാപനത്തിലുണ്ട്. മാവേലി സ്റ്റോറുകളും സപ്ലൈ സൂപ്പർമാർക്കറ്റും ആധുനികവൽക്കരിച്ച
വിലക്കയറ്റം നിയന്ത്രിക്കുമെന്നും സർക്കാർ അറിയിച്ചു. വന്യജീവി സംഘർഷം കുറയ്ക്കാൻ സോളാർ വേലികളും സെൻസർ അധിഷ്ഠിത മുന്നറിയിപ്പ് സംവിധാനങ്ങളും നടപ്പിലാക്കും. ബാധിതർക്കുള്ള നഷ്ടപരിഹാരം വേഗത്തിൽ നൽകുമെന്നും പ്രഖ്യാപിച്ചു. ആരോഗ്യ മേഖലയിലെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് സർക്കാർ പറയുന്നത്. മെഡിക്കൽ കോളേജുകൾ, ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ എന്നിവയുടെ വികസനത്തിന് കൂടുതൽ ഫണ്ട് അനുവദിക്കും. മാനസിക ആരോഗ്യത്തിനും പാലിയേറ്റീവ് കെയറിനും കൂടുതൽ പ്രാധാന്യം നൽകും. ഇപ്പോൾ ഈ പ്രഖ്യാപനങ്ങൾ ജനങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ മാറ്റമുണ്ടാക്കുമോ? എല്ലാ വാഗ്ദാനങ്ങളും നടപ്പാക്കുമോ? അല്ലെങ്കിൽ ഇത് വെറും രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളായി മാറുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്ത് അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ പ്രധാന വാർത്തകൾക്കായി ഇൻഫോ മീഡിയ കേരളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.